കായംകുളം MLA ആയ യു പ്രതിഭ അവർ രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയും CPIM-ൽ നിന്ന് നാണം കെടാൻ വയ്യ. CPIM-ൽ നിന്ന് രാജിവെച്ച് കൃത്യമായും കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസ് പിന്തുണയോടുകൂടി ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന രാഷ്ട്രീയ നീക്കം അണിയറയിൽ നടക്കുകയാണ്. CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ M. നാസറിന് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം പ്രതിഭയും അതുപോലെ ജില്ലാ നേതൃത്വവും തമ്മിലുള്ള പടലപ്പിണക്കം. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നാളുകളേറെയായി ഉള്ളതാണ്. 2021 കായംകുളം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ പ്രതിഭ നാസറിനെ ഉന്നം വെച്ച് പറഞ്ഞത് തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് നേതാക്കൾ ഈ ജില്ലയിൽ തന്നെയുണ്ട്, അവരോടെല്ലാം ഞാൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാണുന്നുണ്ട്, മറുപടി പറയുന്നുണ്ട് എന്ന രീതിയിലാണ്. നമുക്കറിയാം AM ആരിഫ് ഇത്തവണ കായംകുളത്ത് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടായിരുന്നു. പല ബൂത്തുകളിലും AM ആരിഫ് 3-ാം സ്ഥാനത്ത് ഗതികെട്ട് പിന്നോട്ട് പോയതിൻ്റെ ഉത്തരവാദിത്തം പല നേതാക്കൾക്കും ഉണ്ട് എന്ന് തുറന്നടിക്കുകയാണ് M. നാസർ. കായംകുളത്ത് വലിയ രീതിയിൽ M. നാസർ തൻ്റേതായിട്ടുള്ള ഒരു ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ കുറേ നാളായി ശ്രമിക്കുകയാണ്. എന്നാൽ G. സുധാകരനും തോമസ് ഐസക്കുമൊക്കെ വെന്നിക്കൊടി പാറിച്ച ആലപ്പുഴ ജില്ലയിൽ M. നാസറിന് കാര്യമായി കരുക്കൾ നീക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ചിത്തരഞ്ജൻ ഇത്തവണ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ തോമസ് ഐസക് ജയിച്ച ഭൂരിപക്ഷത്തിൻ്റെ 1/3 പോലും നേടാൻ കഴിയാത്തത് വലിയ ദൗർഭാഗ്യകരമായ കാര്യമായി കണക്കാക്കുന്നുണ്ട്. സലാം അമ്പലപ്പുഴയിൽ ഇത്തവണ G. സുധാകരൻ ലഭിച്ച ഭൂരിപക്ഷത്തിൻ്റെ പകുതിയിൽ താഴെ മാത്രമേ ലഭിച്ചുള്ളൂ. അത് സലാമിനെ വല്ലാതെ അലട്ടിയ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് G. സുധാകരൻ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരു ഘട്ടത്തിൽ പോലും വരാൻ സമ്മതിക്കുന്നില്ല, തന്നെ തോൽപ്പിക്കാൻ വലിയ രീതിയിൽ ബാഹ്യശക്തികളുമായി ഇടപെടൽ നടത്തുന്നു എന്ന രീതിയിൽ പാർട്ടി വിരുദ്ധ നയങ്ങളിൽ G. സുധാകരൻ ഏർപ്പെടുന്നു എന്ന് പച്ചയ്ക്ക് തുറന്നടിച്ച ആളാണ്. മാത്രമല്ല, മതമൗലികവാദികളുടെ എല്ലാ സഹായവും R. നാസർ കൈപ്പറ്റുന്നു. SDPI, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയവരുമായി നല്ല രീതിയിൽ അഗാധമായ ബന്ധം കാത്തുസൂക്ഷിച്ച് വർഗീയ വിദ്വേഷം പടർത്താനും CPIM-നെ ജീർണിതമായി ചെളിക്കുണ്ടിലേക്ക് താഴ്ത്തിക്കെട്ടാനും R. നാസറും AM ആരിഫും സലാമും ചേരുന്ന ഒരു കൊളീജിയം ശ്രമിക്കുന്നു എന്നും വലിയ തോതിൽ പ്രതിഭ ഹരി തുറന്നടിച്ചതാണ്. പ്രതിഭ ഹരി ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് R. നാസറിനെയാണ്. R. നാസറിനെതിരെ G. സുധാകരൻ മുൻപ് പലതവണ ശ്രമിച്ചതുമാണ്. എന്നാൽ CPM-ന്റെ ഔദ്യോഗിക നേതൃത്വം ഇപ്പോൾ വലിയ രീതിയിൽ മതമൗലികവാദികളുടെ കെണിയിൽപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ G. സുധാകരനെയും തോമസ് ഐസക്കിനെയും പുല്ലുവില കൽപ്പിച്ച് അവർക്കൊന്നും ഒരു സ്പേസും കൊടുക്കാതെ R. നാസറിനെ അരിയിട്ട് വാഴ്ത്തുകയാണ്. ഇതിന് പാർട്ടി തിരിച്ചടി നേരിടുമെന്നും പാർട്ടി ഇതിനെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളെന്നുമാണ് അഡ്വക്കേറ്റ് യു പ്രതിഭ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്.